ഹേ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ എണീറ്റ് വരുന്നത്. റൂമിൽ വെച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പിള്ളേർ എണിക്കും, ഹസ്ബൻഡാണെങ്കിൽ നേരെ വൈകിയാണ് വന്ന് കിടക്കുന്നത്, നേരത്തെ പോകേണ്ടതുമാണ്. അപ്പം ഞാൻ വല്ല സൗണ്ടോ എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും ദേഷ്യം വരും. പിള്ളേർ എണീച്ച് എൻ്റെ ഒരു കാര്യം നടക്കില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നേരെ ഞാൻ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ ചെറുതായി ഒന്ന് ഫ്രഷപ്പായി നേരെ കിച്ചണിലേക്ക് വന്നു. ഫസ്റ്റ് തന്നെ വേദുവിന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക. മിക്ക ഡേയ്സും അവൻ കഞ്ഞി അല്ലെങ്കിൽ എന്തെങ്കിലും പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിക്കതും കഞ്ഞി പോലെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ദോശ അതേ വേഗം മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗത തട്ട് ദോശയ്ക്ക് വെച്ചു. പിന്നെ വേഗത ഫ്രിഡ്ജിൽ നാളികേരം ചിരവിയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം കുറച്ച് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. വേഗം ഒരു കുഞ്ഞ് ജാറെടുത്തു. ഏറ്റവും കുഞ്ഞിത് ഇച്ചിരി ഉണ്ടാക്കണം. അവന് എരിവൊന്നും അങ്ങനെ പാടില്ല. പിന്നെ ഇങ്ങനെ കട്ട ചട്നി ഇഷ്ടമല്ല, അങ്ങനെ നോർമൽ സാദാ ഇച്ചിരി വെള്ളം പോലുള്ള ചട്നിയാണ് ഇഷ്ടം. ആ കുഞ്ഞിതിൽ കൊണ്ടിട്ട് തന്നെ രാവിലെ തന്നെ എനിക്ക് പണി കിട്ടി ഗൈസ്. കണ്ടില്ലേ, അവിടെ മൊത്തം പോയി ഇരട്ടി പണിയായി. നല്ലൊരു തുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി തേങ്ങ അതിലേക്കിട്ട് കുറച്ച് വലിയ ജാറെടുത്ത് ഇതാദ്യം എനിക്ക് ചെയ്താൽ മതി. ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് അതിലേക്കിട്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് വേഗം അതടിച്ചെടുത്തു. എൻ്റെ തട്ട് ദോശ അപ്പുറത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചായിരുന്നു. എന്നിട്ടിത് അടിപൊളിയായിട്ട് ഞാൻ അരച്ചെടുത്തു. ഇതാദ്യം ചെയ്താൽ മതി, അത് ഞാൻ ചെയ്തില്ല ഗൈസ്. അതങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫ്രണ്ട് ക്യാമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ക്യാം അത്ര പോരാ ഗൈസ്. അപ്പോൾ ചട്നി അരക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊന്ന് കാച്ചി ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പാൻ നോക്കിയപ്പോൾ അതിൽ ബീഫായിരുന്നു. അത് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്കാക്കി. അതിൻ്റെ ഇടയിൽ ദോശ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദോശ ഒഴിച്ചു. ഈ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പാൻ ചൂടായപ്പോൾ എണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുക് താളിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വറ്റൽമുളകൊന്നും ഇടുന്നില്ല, അർബാടും വേണ്ട, വേദുവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. കയ്യിലൊക്കെ ഇനിയിപ്പോൾ പാട് വരാനൊന്നുമില്ല, മുഖത്തൊന്നും വരരുതെന്നും മാത്രമേ എനിക്കുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ഇട്ടു. വേഗം അതിലേക്ക് തട്ടി. ഞാൻ ഇത് പാനിലേക്ക് ഒഴിച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഓൾറെഡി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേസ്. അത്യാവശ്യം കുറച്ചുകൂടി ഉപ്പിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഐ ലവ് മൈ ചട്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ചട്നി. അപ്പോൾ അടുത്ത ദോശയും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്, ഒരുപാട് കറികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ കട ഉള്ളതുകൊണ്ട് തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, അതിൻ്റെതായ മെസ്സിനെസ് നമ്മുടെ കിച്ചണിലുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ബാറ്റർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു ദോശ, ലാസ്റ്റത്തെ ദോശ, അത് അങ്ങോട്ട് കരിഞ്ഞു ഗൈസ്. കരിഞ്ഞത് ഞാൻ കളഞ്ഞോട്ട്, അത് കഴിക്കാനൊന്നും നിന്നില്ല. രണ്ടില്ല, നല്ല അടിപൊളി തട്ട് ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇതും കൊണ്ട് നേരെ ടേബിളിൽ വെച്ചു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദുവിൻ്റെ സ്നാക്ക് ബോക്സ് റെഡിയാക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. ഞാൻ ഇവന് ഇതിൽ ഇങ്ങനെ സ്റ്റാർ, ഇതിൻ്റെ ഫ്ലെയിംസ്, അതിനെന്തോ അങ്ങനെയല്ല പറയുക, അത് അതിലേക്കിട്ട് പിന്നെ 2 കുഞ്ഞി പഴം കൂടി വെച്ച് കൊടുത്തു. പിന്നെ വെള്ളം കുപ്പിയൊക്കെ നിറച്ച് ഞാൻ അടിച്ചു വാരാമെന്ന് കരുതി. അടിച്ചു വാരൽ പ്രോസസ്സിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പണികളെല്ലാം കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വിളക്ക് വെക്കണം രാവിലെ. അനിയൻ ആണ് വെക്കുക. അപ്പോൾ അവൻ വിളക്ക് വെക്കണതിന് മുന്നേ ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹാളിലേക്ക് എത്തി, കർട്ടണൊക്കെ മാറ്റിയിട്ട് ഹാളൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽമെറ്റും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലെ ഡോറ് ഇച്ചിരി ഇതായിട്ടൊക്കെ ഞാൻ തുറന്നു, അതേപോലെ തന്നെ അടച്ചു ഗൈസ്. കാറ്റ് അമ്മാതിരിയാണ്. പിന്നെ ഫ്രണ്ടിൽ പോയി ജസ്റ്റ് ഒന്ന് അവിടെയും അടിച്ചെടുത്തു. നേരെ ഞാൻ പൂജാ റൂമിൻ്റെ ഭാഗം മാത്രം ജസ്റ്റ് തുടച്ചിട്ടു. ഇവർ പണിയൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ മൊത്തം തുടച്ചിടുന്നത് അത്ര സേഫ് അല്ല.
പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ നോക്കിയപ്പോൾ റൂമിൽ നല്ല വെളിച്ചം. ഇവിടെ അച്ഛനും മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് നേരത്തെ തന്നെ. അച്ഛൻ ഡ്രസ്സ് മാറാൻ വേണ്ടി എണീച്ചപ്പോൾ മക്കളും എണീച്ചിട്ടുണ്ട്. അതെ, അച്ഛൻ കിടന്ന ആ ഒരു ബ്ലാങ്കറ്റൊക്കെ ഞാൻ മടക്കി വെച്ചു. പിന്നെ വേദുവിനുള്ള സ്കൂൾ യൂണിഫോമൊക്കെ ഞാൻ എടുത്തു. അച്ഛൻ എന്താ റെഡിയായി പോവാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ വേദുവിനോട് പറയണം, നീ ഫുഡ് കഴിക്കണ്ടോ, അത് വേഗം പോയി ഫ്രഷ് ആവുണ്ടോ എന്നൊക്കെയാണ് ഞാൻ അവനോട് ചോദിക്കണം. പിന്നെ ഞാൻ നമ്മുടെ പുതപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം മടക്കി വെക്കാണ്ട്, എനിക്ക് അതൊക്കെ വേഗം ചെയ്യണം. ഇവന്മാരിങ്ങനെ മെസ്സിയാക്കി ഇടുന്ന ആൾക്കാരാണ്. പിന്നെ ഇങ്ങനെ അച്ഛൻ റെഡിയായി ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ റെഡി ആവുമെന്ന് നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കും. ലാസ്റ്റ് അച്ഛൻ ഇറങ്ങണതിന് മുന്നേ ഒരു ഉമ്മച്ചടങ്ങുണ്ട് ഞങ്ങൾക്ക്. ആ ഉമ്മച്ചടങ്ങ് കഴിഞ്ഞത് അച്ഛൻ ഇറങ്ങി. അച്ഛൻ പോയി. ഇനി അടുത്തത് ഇവന്മാരെ റെഡി ആക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ കിടക്കണ കിടപ്പ്. പിന്നെ വേഗം ഫുഡ് കൊടുത്തു. മിക്കതും ഞാൻ ഫസ്റ്റ് ഫുഡാണ് കൊടുക്കാറ്. കാരണം വേദുവിൻ്റെ പല്ല് കുറച്ച് സീനുള്ളതുകൊണ്ട് വേഗം ഫുഡ് കൊടുത്ത് പിന്നെ ബ്രഷ് ചെയ്യിപ്പിക്കും. പിന്നെ അതേ അവന് മരുന്നൊക്കെ കൊടുത്തു. പിന്നെ അവൻ്റെ സ്നാക്ക് ബോക്സൊക്കെ ബാഗിലേക്ക് ആക്കി അവൻ്റെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ അവരെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് വേഗം യൂണിഫോമൊക്കെ ഇടിപ്പിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ. പിന്നെ ഇനിയിപ്പോൾ ലോഷൻ തേക്കുക എന്നുള്ള ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതൊക്കെ ഇച്ചിരി പണിയാണ് ഗൈസ്. ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് പോകും. പിടിച്ച് വലിച്ച് ഓരോന്ന് ഇതാക്കുക. പിന്നെ വേദുവിൻ്റെ ഹെയറൊക്കെ ഇതാക്കി കുറച്ച് നേരം വേദുവിന് അസസ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ പഠിച്ചതൊക്കെ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ ഭയങ്കര ഇൻട്രസ്റ്റാണ് മൂപ്പർക്ക് പറഞ്ഞുതരാൻ. എന്നാൽ രാത്രി ഞാനും അവനും യുദ്ധമായിരിക്കും. അവൻ ഞാൻ പറയണമൊന്നും പറയില്ല അങ്ങനെ. പക്ഷെ അവൻ മോർണിംഗിൽ സർപ്രൈസ്ലി എനിക്കെല്ലാം പറഞ്ഞു തരും. അതെനിക്ക് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കറണ്ട് പോയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ അതാ കറണ്ട് വന്നു. അപ്പം ഞാൻ അവന് പറയണതിനൊക്കെ ഞാൻ ഭയങ്കര ക്ലാപ്പ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ, അവൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇതാവണമല്ലോ, ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ അവനെ ഭയങ്കര ചുമയുണ്ട് കേട്ടോ കൊച്ചിന്. അതാണ് ഞാൻ മരുന്നൊക്കെ കൊടുത്തത്. അപ്പോൾ ഇതേ ഉമ്മൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ നേരെ ബാഗൊക്കെ എടുത്തിട്ട് ഹോളിലേക്ക് വന്നു. ഇപ്പോഴും എൻ്റെ ചെറിയ പുത്രൻ്റെ ഫുഡടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തേക്ക് ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്യാണ്ടായിരുന്നത് അയൺ ചെയ്തു. പിന്നെ ഞാനും ഉണ്ണിയോളും കൂടി ഇവിടെ വന്ന് പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും ഗൈസ്. വണ്ടി വരുന്ന വരെ ഇങ്ങനെ പുറത്തിരിക്കും. ഇല്ലെങ്കിൽ ഈ വേദു എല്ലാവരോടും യാത്ര പറഞ്ഞു ഉമ്മ കൊടുത്ത് ഇങ്ങനെ ടൈം പോവും വണ്ടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ദേ വണ്ടി വന്നു. വണ്ടി വന്നപ്പോൾ ദേ ഈ മുതലിനോട് ഞാൻ ഇന്ന് ഇറങ്ങരുതെന്ന് പറയും. ഇന്ന് ദേ അവൻ പറഞ്ഞനുസരിക്കുന്നില്ല, ഇറങ്ങി. വേദു വേഗം വണ്ടിയിൽ കയറി. വേദുവിന് അങ്ങനെ സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. വേദുവിന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. ഈ ഇഷ്ടം എന്നും നിലനിൽക്കട്ടെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ചെരുപ്പിടാനാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആശാൻ. അപ്പോൾ വേദുവിന് ബായൊക്കെ പറഞ്ഞ് വേദു ഇതാ പോയി. ഇനി ഇതാ മുതൽ ഞാനായിട്ടുള്ള അങ്കാണ് ഗൈസ് ഇനി ഇവിടെ ഉണ്ടാവാൻ പോണത്. കണ്ടില്ലേ, അവൻ എന്നെ പറ്റി ചോടിക്കളഞ്ഞ്. പിന്നെ അവനെ ഞാൻ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എന്നെ ഓടിപ്പിക്കും. അപ്പോൾ കുറച്ചേരം ഇവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നിന്ന്. പിന്നെ കയറുമ്പോൾ നല്ല വാശിയായിരുന്നു, അകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതാ വേദുവിൻ്റെ ബുക്സൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇവനുള്ള ഡ്രസ്സ് തരയാൻ വേണ്ടി ഞാനിത് ഈ ഇരിപ്പങ്ങോട്ട് ഇരുന്നു. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതാ. ഇപ്പോഴും ഇവൻ്റെ ഫുഡ് അടി കഴിഞ്ഞിട്ടില്ല. അതാണ് കണ്ടില്ലേ ഗൈസ്, ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ ചെറുതിന്. പിന്നെ അതാ ഞാൻ ഡ്രോയിങ് ഒക്കെ എടുത്ത് കൊടുത്തു. അതൊക്കെ എടുത്ത് കൊടുത്ത് ഫുഡ് കഴിപ്പിക്കാൻ നോക്കുമ്പോൾ അപ്പോഴും അവന് കഴിക്കാൻ ഇതില്ല. പിന്നെ ഞാൻ അവന് ആനേനെ വരച്ചു കൊടുക്കണമായിരുന്നു. എന്നിട്ട് ഞാനൊരു ആനേനെ വരച്ച് കൊടുത്ത് എങ്ങനെയൊക്കെയോ 2-3 വായ പോയി. പിന്നെ ഞാൻ അതങ്ങോട്ട് നിർത്തി ഗൈസ്. ഹായ്, അപ്പോൾ നമുക്ക് കുളിക്കാൻ പോകാം. അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏത് സ്കൂളിൽ പോയി നേതോ അവിടെ ഇരുന്നിട്ട് ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഫുഡ് കഴിക്കൽ പകുതിക്ക് വെച്ച് എനിക്ക് വയ്യ കഴിച്ചു. ഞാൻ ഒരുപാട് പ്രഷർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവനെ കരച്ചിൽ, എനിക്ക് സ്ട്രെസ്സ്, എന്തിന് കഴിക്കണ്ട, അവർ കഴിക്കണ്ട, വിശക്കുമ്പോൾ കഴിക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ വേദുവിൻ്റെ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അവൻ്റെ പോലെ ഫോഴ്സ് ചെയ്തൊക്കെ കഴിപ്പിക്കായിരുന്നു. പക്ഷെ അവൻ കഴിക്കുകയും ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ ഈ രണ്ടാമത്തെ സാധനം ചില്ലറക്കാരനല്ല. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഫേസ് പാക്ക് ഒന്നും അങ്ങനെ ഇടണില്ല. ജസ്റ്റ് എന്തെങ്കിലും ചെയ്യണ്ട. അപ്പോൾ വീഡിയോ ആണ്, അപ്പോൾ നിങ്ങളെ കാണിക്കാൻ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഇതൊന്നും ഞാനെൻ്റെ ചെയ്യാറില്ല എന്ന് ഞാൻ പറയില്ല, ചെയ്യാറൊക്കെ ഉണ്ട്. മൺത്തിൽ ഇവന്മാർക്ക് തന്നെ പല ദിവസങ്ങളുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇവന്മാർ കൂടിയിരിക്കും കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ എന്നെ ടേക്ക് കെയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ മാക്സിമം ഞാൻ എനിക്ക് ആ ഒരു ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഈ ഒരു ഓയിലാണ്. ഈ ഒരു ഓയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ മസിൽ പെയിനും പിന്നെ സ്കിൻ പ്രോബ്ലംസിനും അങ്ങനെ കുറേ ആയിട്ടുള്ളതാണ്. ഇത് കിച്ചിക്ക് ബാക്ക് പെയിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഇതിൽ എഴുതിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ആയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് മസാജ് ചെയ്യുന്നുണ്ട്, ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ കളറൊക്കെ കണ്ടു, ഇങ്ങനെ ഒരു കളറാണ്. പിന്നെ എൻ്റെ കയ്യിൽ താങ്ക് യു, ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഫേസ്, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഈ സമയത്ത് കുറച്ച്, എനിക്ക് അങ്ങനെ ഫേസ് യോഗ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ 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 എല്ലായിടത്തേക്കും എല്ലാ നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഒന്നുകൂടി ഇതാവുന്ന രീതിയിൽ, ഇത് പ്രത്യേകിച്ച് അറിവുകൊണ്ടൊന്നല്ല, കുറേ വീഡിയോസ് കണ്ടതിൻ്റെ ഒരു ഇതിൽ കുറച്ച് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. എന്ന് കരുതി എനിക്ക് ഫേസ് കുറച്ചും കൂടി ഉണ്ടാവാനൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അത് കാരണം നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഹെയർ ഞാൻ വീക്ക്ലി ഇപ്പോൾ ട്വൈസ് ആണ് കഴുകണേ. ഹെയർ വാഷ് ഡേയുടെ അന്ന് എനിക്ക് മുട്ടൻ പണിയായിരിക്കും. അന്നത്തെ ഡേ ഞാനൊരു വ്ളോഗ് ചെയ്യാം. അന്ന് എനിക്ക് വൻ പണിയാണ്. ഞാൻ ബോഡി സ്ക്രബ് ചെയ്യും. ഹെയർ വാഷ് ഡേയുടെ അന്ന് ഞാൻ എൻ്റെ ബോഡി സ്ക്രബ് ചെയ്യും, ഫേസ് പാക്ക് ഇടും. വീക്ക്ലി ട്വൈസ് തന്നെയാണ് ഞാൻ, അതായത് ഹെയറിന് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ടൈമിലാണ് ഞാൻ കൂടുതലും എൻ്റെ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, പിന്നെ എന്താ പറയുക, എൻ്റെ ഫേസിൽ എന്തെങ്കിലും പാക്ക് ഇടുക, ബോഡി സ്ക്രബ് ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വീക്ക്ലി ട്വൈസ് ആയിരിക്കും. അല്ലാതെ ദിവസങ്ങൾ ഞാൻ വെറുതെ കുളിക്കും. അപ്പോൾ ഇത് ചെയ്യുക. പോവാം. ഇതിങ്ങനെ ചെയ്യാം. ഫേസ് പാക്ക് ഒന്നും ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ മാക്സിമം ഇടാതിരിക്കാനാണ് ശ്രമിക്കുക. അതായത് മാക്സിമം നൈറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കും. നൈറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും പിറ്റേ ദിവസം പുറത്തിറങ്ങാണ്ട് നോക്കുക. ടാൻ അടിച്ച് പണ്ടാരട്ടെ, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേസിന്. അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫേസാണ്, പക്ഷേ ഇഷ്ടംപോലെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഫേസ്. കണ്ണ് ഇത് ഉറങ്ങാതെ വന്നിട്ടുള്ളതാണ്. എനിക്ക് ഉറക്കം വളരെ കുറവാണ്. ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സൊക്കെ എനിക്കുണ്ട് ഗൈസ്. വേറെ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സുണ്ട് ഗൈസ്, എനിക്ക് ഒരുപാട് സ്ട്രെസ്സുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രെസ് എന്നൊക്കെ വിചാരിക്കും. ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാറില്ല. ഈ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ കാനഡയിലുള്ള എൻ്റെ പ്രിയ നാത്തൂനെ വിളിക്കും, എറണാകുളത്തുള്ള വേറൊരു നാത്തൂനെ വിളിക്കും. ഇവരൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് തൊയ്ര്യം കൊടുക്കാതെ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ച് ഇപ്പോൾ പോകുന്നത്. എന്തായാലും എൻ്റെ ഇത്തരം ഭ്രാന്തിനെ എൻ്റെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്ന എൻ്റെ നാത്തൂന്മാരെ ഞാൻ ഈ ഒരു അസുലഭ നിമിഷത്തിൽ ഓർക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുളിക്കുക, അതാണുള്ളത്. പിന്നെ വേറെ ഒന്നുമില്ല. ഡ്രസ്സ് ഞാനിവിടെ 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചെറുക്കങ്ങൾ ഓർമ്മ ചെയ്ത് വെച്ച് ആ 2 ഏതെങ്കിലും ഒന്ന് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ എന്താണ്, ഒന്നുമില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ പോകുന്നത് വേറെ ഇവിടെ അല്ല. ഓക്കെ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആളൊന്ന് പോയി കാണാം. ബേബി ഗേൾ എന്നാണ് ഗൈസ്. അപ്പോൾ ബേബി ഗേളിൽ ഒന്ന് പോയി കാണാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം. ഞാൻ ഫസ്റ്റ് പോയി ഗിഫ്റ്റ് മേടിച്ചിട്ട് വരണോ, അതോ ഞാൻ പോണ വഴിയിൽ ഗിഫ്റ്റ് മേടിക്കണോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ വെച്ച് ഗിഫ്റ്റ് മേടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ജോബ്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് പോയി കുളിക്കാം. ആദ്യം അതിന് മുന്നേ അവരൊന്ന് വിളിക്കണം. എവിടെയാണ്, ഇന്ന് ഞാൻ വരുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 days, ഐ തിങ്ക് 2 days ആയി തോന്നുന്നുണ്ട്. സി സെക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും. ഇന്നേക്ക് മേ ബി അവൾ ഇച്ചിരി കൂടി നോർമൽ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരുപാട് വേദന ഒന്നും കണ്ടിട്ട് എനിക്ക് വയ്യ ഗൈസ്. അപ്പോൾ കുറച്ചുകൂടി നോർമൽ അവിടെ വെച്ചോളൂ. അപ്പോൾ നോർമലായിട്ട് ഞാൻ പോകാമെന്നാണ് വിചാരിച്ചത്. ഇനി ഇച്ചിരി വരണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇന്ന് ഇച്ചിരി ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വരില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുളിക്കാൻ പോകാം. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതിൽ ഈ ഒരു ടോപ്പാണ് ഇടുന്നത്. ഇത് വന്നിട്ട് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഗൈസ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ എനിക്ക് ഇവിടുത്തെ അമ്മ വാങ്ങി തന്നതാണ് ഈ ഒരു ടോപ്പ് വന്നിട്ട്. സ്റ്റിൽ ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതെനിക്ക് ഇടാൻ ഇഷ്ടമാണ്. ഇത് ഭയങ്കര സുഖമാണ് കേട്ടോ ഇടാൻ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടൊരു കോട്ടൺ ടൈപ്പാണ്. ക്യാമറ വന്നിട്ട് ഫോക്കസ് ആയില്ല ഗൈസ്, ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ സോറിയേ. അപ്പോൾ ഇതേ ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറും അതേ കൂടെ കുറച്ച് സൺസ്ക്രീനും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബേബി പൗഡർ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. ജസ്റ്റ് പിന്നെ ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തു ഗൈസ്. പിന്നെ അതേ ഞങ്ങൾ വേഗം ബാഗൊക്കെ ഇട്ട് ഇറങ്ങി, ഞാനും ദിവസം. പിന്നെ ഓട്ടോ കിട്ടി. ഇനി നേരെ നമുക്കൊരു ഷോപ്പിൽ പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ബേബിക്ക് എന്തെങ്കിലും മേടിക്കണം. അപ്പോൾ ബേബിക്ക് മേടിച്ച് നമ്മൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ബേബിയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ബേബി അതാണ് ബേബി വന്നിട്ട്. അപ്പോൾ ഇതേ ഈ ചെറുക്കന്മാർ ഇവിടെ നല്ല കളിയാണ് കേട്ടോ. എൻ്റെ വേദുവിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു വേദു എത്തണതിന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ
വീടെത്തിയായിരുന്നു. വേദു കറക്റ്റ് ടൈമിംഗ് ആണ് ഗേസ്. വേദു എത്തി. നേതു വേഗം ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഞാനും ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ടൈമിൽ വേദു ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്, ബേബിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ദേ ഇവന്മാർക്കിനി ഫുഡ് കൊടുക്കുക എന്നുള്ള ചടങ്ങാണ് അടുത്തത്. കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അപ്പോൾ വന്നിട്ട് മീൻ വറുത്തത്, ഇവന്മാർക്കുള്ള മീൻ വറുത്തത് കൊടുന്ന് തന്നത്. ഹായ് ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചിട്ടോ. ഇവന്മാർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇവിടെ കടയുടെ ബാക്കി ക്ലീനിങ്, കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ക്ലീനിങ് പ്രോസസ്സിലാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവന്മാരെ പിടിച്ച് കിടത്തി ഉറക്കണം, അതൊക്കെയാണ് ഞാൻ എൻ്റെ അടുത്ത ഡ്യൂട്ടീസ്. അപ്പോൾ അങ്ങനെ മുനുസിൻ്റെ മാളിൻ്റെയും ബേബി, വെരി ക്യൂട്ട് ബേബി, ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു കുഞ്ഞി സാധനം പോരാൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു പീക്കിരീസ് അലമ്പ് തുടങ്ങും. ഫുഡ് കൊടുക്കണ്ടേ. എൻ്റെ വലിയ പീക്കിരി സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം പോന്നു. അപ്പോൾ അതൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ടാറ്റ ബൈ ബൈ പറയാനാണ് വന്നത്. ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിടാം. ഭയങ്കര ലോങ് ആയി പോകും. ഒരുപാട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ അടിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ